ഒരു ശരാശരി മദ്യപാനിക്ക് എംഎച്ചിനോടുള്ള അഡിക്ഷൻ പോലെയാണ് ഒരു ശരാശരി മലയാളിക്ക് വാർത്തകളോടുള്ള അഡിക്ഷൻ. വിശ്വാസമായില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോക്ക്, അച്ഛന്മാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ വാർത്ത, നടുക്കത്തെ വാർത്ത, ഒടുക്കത്തെ വാർത്ത എല്ലാം കാണണം. എനിക്ക് തോന്നിയിട്ടുണ്ട് UPSC പരീക്ഷയുടെ ഏജ് ബാറെങ്ങാനും മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൽ പലരും IAS അല്ല. പക്ഷേ വാർത്ത എങ്ങനെ കാണാതിരിക്കുമല്ലേ? നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. സിനിമ പോലെ പല പല ജോണറുകളിലാണ് ഇപ്പോൾ വാർത്ത. ഇപ്പം നമ്മുടെ വീടുകളിൽ നടന്നു വരുന്ന ഒരു കലാരൂപമാണ് സീരിയൽ കാണുന്ന അമ്മയെ ബിഗ് ബോസ് കാണുന്ന മക്കൾ കളിയാക്കും. ഇവരെ രണ്ടുപേരെയും വാർത്തകൾ കാണുന്ന അച്ഛൻ കളിയാക്കും. പക്ഷേ ഷമ്മി സർക്കിളിൽ ഒക്കെ ഉള്ളതുപോലെ ഒരു ഡിസ്ക്ലെയിമർ, വാച്ച് റെസ്പോൺസിബിളി, ദിസ് പ്രോഗ്രാം ഈസ് അഡിക്റ്റീവ് എന്നിടാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യം പറയാം. മീഡിയ നല്ല കാര്യത്തിൽ ഉപയോഗിക്കാം. ഇപ്പം ഇവിടുത്തെ കുട്ടികൾക്ക്, അതായത് സ്റ്റുഡൻസിന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും ഗ്രൂപ്പ് ഡിസ്കഷൻ പോലുള്ള കാര്യങ്ങളിൽ മികവ് പുലർത്തണം. അതുകൊണ്ട് തന്നെ അധികാരത്തിലിരിക്കുന്നവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനൽ ചർച്ചകളിൽ ഒരു സ്പോട്ട് സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്യണം. കാരണം ഈ ചർച്ച മൂത്ത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേനും ഇവർക്കൊരു 30 സെക്കൻഡ് ചോദിച്ച് മേടിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഏത് ബഹിരാഷ്ട്ര കമ്പനിയിലും പ്ലേസ് ചെയ്യാം. പിന്നെ ട്രെൻഡിങ് ന്യൂസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് IPL ആണല്ലോ, ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗ് അഥവാ ഇലക്ഷൻ ന്യൂസ്. അത്രയും തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മൈലേജ് കിട്ടുന്ന മറ്റൊരു സാധനമുണ്ട്, ഇലക്ഷൻ അഡ്വർടൈസ്മെൻറ്റുകൾ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റുകളല്ല, അതിൻ്റെ ടൈമിംഗ് ആണ് ചിലപ്പോൾ രസം. വീട്ടിൽ അമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കുമായിരിക്കും, നിങ്ങളൊരു ഗ്യാസ് ഊറ്റി പോലും അകത്തെടുത്ത് വെക്കത്തില്ലേ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴായിരിക്കും ആഡ് വരിക. അച്ഛൻ വീടിൻ്റെ ഭാരം ചുമക്കുന്നു, അച്ഛൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്നു. പക്ഷേ അച്ഛന് കരുത്തേകുന്നത് ആര്? അമ്മച്ചി. അമ്മച്ചിയാണ് അച്ഛൻ്റെ കുരുത്തക്കേടിനൊക്കെ കരുത്തേക്കുന്നതെന്നും പറഞ്ഞായിരിക്കും ബാക്കി അടി. പിന്നെ എല്ലാവരും ഇപ്പം സർവേകളൊക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ റെസ്പോൺസ് സർവേ, അതുപോലെ ഇലക്ഷനും ഉണ്ട് പ്രീ പോൾ സർവേ. ഈ പ്രീ പോൾ സർവേ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം ഈ അതിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഉദാഹരണത്തിന്, വീട്ടിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇടങ്കോലിടുന്നത് ആര്? ഓപ്ഷൻ A അച്ഛൻ്റെ കുടി, ഓപ്ഷൻ B അമ്മയുടെ ചെടി, ഓപ്ഷൻ C ചേട്ടൻ്റെ മടി. അല്ലെങ്കിൽ വല്ലോറിനെയും പറമ്പിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ശരിയാണോ? ഓപ്ഷൻ A ആണ്, ഓപ്ഷൻ B അല്ല, ഓപ്ഷൻ C പറയൂല. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിക്കൊക്കെ എന്തുമാത്രം കോമ്പറ്റീഷനാണ്. മീഡിയയും റിപ്പോർട്ടും മാത്രമല്ല, ചിലപ്പം ചില ന്യൂസുകൾ തന്നെ വലിയ കോമഡിയാണ്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ശരിക്കുള്ള കഴിഞ്ഞ മാസത്തെ 1-2 ന്യൂസാണ്. മദ്യലഹരിയിൽ പുഴയിലേക്ക് ചാടി യുവാവിനെ കഞ്ചാവ് കാണിച്ച് തിരികെ കയറ്റി. വല്ലാത്ത ചതിയായിപ്പോയി. ഈ സ്റ്റാൻഡപ്പ് കോമഡി പോലുള്ള ആർട്ട് ഫോംസ് അന്യം നിന്ന് പോകാതിരിക്കാൻ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതിനും ഒരു അവാർഡ് വേണം. ഇതിനൊരു തുടക്കം എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡപ്പ് കൊമീഡിയനായിട്ടുള്ള ഭീമൻ രഘുചേട്ടനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.